കൊണ്ട് യാതൊരു പുരോഗതിയും ഈ സമുദായത്തിന് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. അതാണ് കർണഭിപയോഗിക്കുന്ന ആ ചോദ്യത്തിൽ ഇവരൊക്കെ അർത്ഥാക്കി, അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ ശ്വാസം വിടാനും പാടില്ല എന്നൊക്കെ ആക്കി തീർത്തപ്പോ വളരെ സുഖമായി. പകുതി ഭാഗത്തിന്റെ, സമുദായത്തിന്റെ പകുതി ഭാഗത്തിന്റെ ആ ക്രിയാശേഷി നശിപ്പിച്ചു, ആകെ ബ്ലോക്കാക്കി. അതൊരാവശ്യം. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാർക്ക് കൊണ്ട് കുറഞ്ഞൊരാവശ്യം. ഗ്രീക്കിലെ രാജാവ് യൂറോപ്യാകൊണ്ടിട്ടാണ് പ്രചരിപ്പിച്ചതെങ്കിൽ ഇവിടെ കൂടുതൽ അവിഹിതമായിട്ട് കുറെ സ്ത്രീകളെ കാറിലും പ്ലെയിനിലൊക്കെ കയറ്റിക്കൊണ്ടേണ്ടതുണ്ട്. അത് പർദാ സമ്പ്രദായം നിലവിലുണ്ടെങ്കിൽ അത് സാധിക്കും. പർദാ സമ്പ്രദായം നിലവിലുണ്ടെങ്കിൽ എന്റെ ഭാര്യയാണ് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭാര്യനെ കൊണ്ടാവും, ഭാര്യ അവരോട്ടോ അത് പറയാം. നാളെ വേറൊരു ഭാര്യനെ കയറ്റാം, അതിനുകൊണ്ട് പർദ. അപ്പൊ എന്റെ ഭാര്യയാണെന്ന് പറയുമ്പോ അല്ലാന്ന് പറയാൻ എന്റെ തെളിവ് പോകണം. ഞാൻ 10 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഓരോരോ പെണ്ണിനെ കയറ്റി പർദ്ദയിട്ടിട്ടാണ് കൊണ്ടുപോയാൽ അറബി ഷെയ്ഖായ ഒരാൾക്ക് അയാളുടെ ഭാര്യനല്ല ഇന്ന് കയറ്റിയതെന്ന് ഒരാൾക്ക് പറയാൻ പറ്റൂല. ചെയ്യാമെന്ന ആൾ വരെ പറ്റില്ല. എല്ലാ ദിവസവും ഏത് വേഷനി ഏത് സുന്ദരിയും കയറ്റിക്കൊണ്ടാവും. ഇതിനാണ് എല്ലാവരെയും അടക്കി പറയല്ല, പക്ഷെ എന്നിരുന്നാലും ഭൂരിഭാഗം അതാണെന്നുള്ള തുറന്ന പുസ്തകം എല്ലാവർക്കും അറിയാം. അതിനാണ് ഈ പർദ്ദ അവർ കടപിടിക്കാൻ കാരണം. അവർക്ക് പർദ്ദ ഉണ്ടായാൽ ഏത് മന്ത്രിയുടെ മകളെയും ഭാര്യനെയും ഒക്കെ കൊണ്ടുപോവാം. മന്ത്രിമാരുടേത് അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെ ഉണ്ടോ മുഴുവൻ അതിങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞാൽ അയക്കന്നെ നിവൃത്തില്ല. അത് പിന്നെ ആരും കാണൂല, പർദ്ദ ആരാക്കണം കാണും. ഇതാണ് ഇവർ ഈ പർദ്ദ സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി ഇത്രയും കർക്കശമായിട്ട് വാദിക്കാൻ കാരണം. ഇങ്ങനെ രണ്ട് ഉദ്ദേശത്തിൽ. അപ്പൊ നമ്മൾ ഇതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്ന യാതൊരു നിവൃത്തിയില്ല. അറ്റാക്ക് ചെയ്യാം. ഈ പർദ്ദ ആരുണ്ടാക്കി? ആരാണ് മുഖം മറക്കാൻ പറഞ്ഞത്? തല മറക്കാൻ പറഞ്ഞത് ആരാണ്? അള്ള പറഞ്ഞോ? പഠിച്ചോട്ട ഖുർആൻ പറഞ്ഞത്. പിന്നെ പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൊന്ന് താഴ്ത്തിപ്പിക്കണം, സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടും പറഞ്ഞ സ്ത്രീകളോട് പറഞ്ഞിട്ട് അതേ വാക്കിന്റെ യാതൊരു വ്യത്യാസമില്ലാതെ. അപ്പൊ പറഞ്ഞ രണ്ടോട്ടർക്കാവട്ടെ. അപ്പൊ ഇവിടെ ഒരു ഭാഗം ഒഴിവാക്കണം. ഇതൊക്കെയാണ് ഈ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞത്. പുരുഷന്മാരുടെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശവും നേടിയെടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളോട് പറഞ്ഞിട്ട് വരാൻ ഒരാൾക്ക് നിവൃത്തിയില്ല. ആര് പറഞ്ഞാട്ട് നടക്കൂല. സ്ത്രീകൾക്ക് നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നിയമങ്ങളല്ലാതെ അവർക്ക് ചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിവില്ലല്ലോ. അതുകൊണ്ടാണ് സ്ത്രീകളുടെ മേൽ ഈ പർദ്ദ സമ്പ്രദായം നിലനിന്നത്. വാസ്തവത്തിൽ ഇത് ഇസ്ലാമിന്റെ മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം നശിപ്പിച്ച, നിഷ്ക്രിയരാക്കി തീർത്ത, അവരുടെ എല്ലാ നിലക്കുള്ള ബുദ്ധിവികാസവും അവരുടെ എന്തൊക്കെ തൊഴിലുകളാണോ കഴിവുകളാണോ ഉള്ളതെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലാക്കി തീർത്ത ഒരു സിദ്ധാന്തമാണ് ഈ പർദ്ദ സമ്പ്രദായം. ഇതിനു വേണ്ടി ആരൊക്കെ കൊടിപിടിച്ചു, ആരൊക്കെ ഇതിനു വേണ്ടിയിട്ട് തെളിവുകൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഈ 20ാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഉന്നതനായ ഉന്നതന്മാരായ ഉദ്ധാരകരെന്ന് അറിയപ്പെടുന്ന അവര് പോലും കിതാബ് ഉണ്ടാക്കിയിട്ട് പർദ്ദയ്ക്ക് കിതാബ് ഉണ്ടാക്കിയിരിക്കുന്നത്. പർദ്ദ വേണം പറഞ്ഞിട്ട്. ഇതാണ് നമ്മൾക്ക് വെച്ച അപകടം. ഇത് എല്ലാ നിലക്കും പിച്ച് ചിന്തല്ല എന്ന് പറഞ്ഞു. ആ വക കിതാബുകൾക്കൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. മുസ്ലിം സ്ത്രീ പിന്നെ കാണുമ്പോൾ ഒന്നാമത്തെ ആ കാലഘട്ടം തന്നെ പോയി. പഴയ കാലത്ത് സുന്ദരികൾ എവിടെയെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഈ സാഹചര്യം മാറുന്ന മനസ്സിലാക്കുക. പഴയ കാലത്ത് അറബി നാട് ഗ്രാമീണരാണല്ലോ, ഗോത്ര വർഗക്കാരാണ്, ഗ്രാമീണരാണ്. കുളി പോലും ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കേണ്ടെന്ന് എഴുതിച്ചു കൂട്ടാം. ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കണമെന്ന് എഴുതി പറഞ്ഞു പറഞ്ഞപ്പോൾ അതിന്റെ ചോട്ടിൽ വെച്ചാൽ നിർബന്ധം സുഖത്തുള്ളൂ എന്ന് എഴുതിച്ചു. അങ്ങനെ അപ്പൊ അവരുടെ ഇടയിൽ ഈ സൗന്ദര്യം മറ്റുള്ള വെടുപ്പും മുറിച്ചും ഉള്ളൊരു സ്ത്രീനെ കാണുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വല്ല സ്ത്രീകളും ജൂതന്മാരും ക്രിസ്ത്യൻ അവർ കുളിക്കൊക്കെ ചെയ്യും. ജൂതന്മാർക്ക് നന്നായിട്ട് കുളിച്ച് ശുചിയാവും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കാണുമ്പോഴായിരിക്കും ഇവർക്ക് ഈ സൗന്ദര്യം നടാടെ കാണാൻ പോകും. അപ്പൊ അവിടെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു വരാം, വലിയ ആകർഷണം ഉണ്ടായിരുന്നു വരാം. ഇവിടെ ലോകത്ത് കുളിയും വൃത്തിയാക്കലും വെടുപ്പാക്കലും സൗന്ദര്യമൊക്കെ വർദ്ധിച്ച് നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് സ്ത്രീകളുള്ള ഈ ലോകത്ത് ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് ആരും ചട പോണില്ല. ഇവിടെ സാഹചര്യം മനസ്സിലാക്കണം. അന്നൊക്കെ അത് വലിയ വിഷയമായിരുന്നു. ഒരു രാജാവിന്റെ പുത്രനെ കാണുമ്പോഴേക്ക് അവിടെ ചാടി വീഴും. അവിടെ തട്ടിക്കൊണ്ടുവരാൻ ധാരാളം പതിവുണ്ടായിട്ടുണ്ട്, തട്ടിക്കൊണ്ടുവരാനുണ്ടായിട്ടുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ലോകത്തുള്ള ഈ 500 കോടിയിൽ 250 കോടി സ്ത്രീകൾ പുറത്തിറങ്ങി. അതിൽ ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിലല്ല സൗന്ദര്യവതികളായ ധാരാളം സ്ത്രീകൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഏതോ ഒരു പെണ്ണിന് ഒരു വീട്ടിലത്തെ ഒരു മുസ്ലിം വീട്ടിലത്തെ ഒരു പെൺകുട്ടി അവിടുത്തെ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾക്ക് ഇവിടെ അത് ചാടാനോ പിടിക്കാനും പോണില്ല. പിടിക്കുന്നവരും പറഞ്ഞൊന്നും വേണ്ട, പറഞ്ഞിട്ടാലും പിടിക്കും. അത് വിറക്കാൻ. അപ്പൊ ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു ചില നിർദ്ദേശങ്ങൾ വെച്ച് അത് തന്നെ ആർക്ക്? നബിന്റെ ഭാര്യമാർക്ക് പ്രത്യേകം മറക്കരുത്. നബിന്റെ ഭാര്യമാരെ സംബന്ധിച്ചാണ് സാമൂഹ്യ വിരുദ്ധരെ കുറിച്ച് നോക്കേണ്ടതുണ്ട്.
നബി ബുഹാരിൽ മുസ്ലിം തന്നെ എഴുതിയിരിക്കണം. നബി ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടി ചെന്നിട്ട് തുളണ്ടാക്കി, ചുമരിന്റെ ഇടയിൽ കൂടി നോക്കണം. വൃത്തികേടിന്റെ അച്ഛൻ നോക്കണം. ബുഹാരിയിൽ എഴുതി വെച്ചതാ. നബി വീട്ടിൽ ജബ്ബാരിനേറ്റെന്താ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചുമരിന് ഒരു തുള എവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് എത്തി നോക്കാം. മഹാസംസ്കാരം തമ്മടിത്തരല്ലേ ചെയ്യാൻ പാടും. അപ്പൊ നബി ഇവിടെ നിന്ന് മനസ്സിലായി ആരോട് നബി കുറച്ചൊക്കെ പറയേണ്ടി വന്നു. അടി തമ്മടിത്തരാണുള്ളത്. അപ്പൊ നബിന്റെ വീട്ടിൽ പോയിട്ട് തുളയിൽ കൂടി പെർമ കയറിയിട്ട് തുള ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടി നോക്കാൻ മാത്രമുള്ള ധിക്കാരികളും സാമൂഹ്യ വിരുദ്ധരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എഴുതിച്ചത്? ബുഹാരിൽ എഴുതിച്ചതാണ്. അത് കണ്ണ് കുത്തിച്ചൊല്ലാമെന്ന് കൂടി പറഞ്ഞിട്ടോട് ചെയ്തില്ലല്ലോ. അപ്പോ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നബിന്റെ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, സാമൂഹ്യ വിരുദ്ധരുണ്ടെന്ന് അള്ളാഹു